കോളേജിൽ ഒരു ഫുട്ബോൾ ടീമിനെ പുതിയതായിട്ട് വാർത്തെടുക്കാനായിട്ട്. അപ്പം അതിന് ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു പുതിയ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. വിജയം വിദൂരമല്ല. അതിൽ സക്സസ് സ്ട്രാറ്റജീസ്, മോട്ടിവേഷണൽ ടിപ്സ്, കൗൺസിലിംഗ് ആസ്പെക്ട്സ്, ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ഹൗ കാൻ വി ബിക്കം എ വിന്നർ, എങ്ങനെ ഒരു വിന്നറാവാം, ഒരു ജേതാവാകാം എന്നതാണ് പ്രധാനമായിട്ടും നമ്മളുടെ ആദ്യത്തെ എപ്പിസോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലൂടെ നമ്മൾ മോട്ടിവേഷണൽ ടിപ്സിലൂടെയും കൗൺസിലിംഗ് ആസ്പെക്ട്സിലൂടെയൊക്കെ കടന്നു പോകും. കുറച്ചും കൂടി പവർഫുൾ ആകുക, വിന്നറാകുക എന്ന് പറഞ്ഞാൽ മലയാളികൾ വിന്നറാകുക എന്ന് പറയുന്നത് പറച്ചിലിന് തെറ്റാണ്. കാരണം മലയാളികൾക്കൊരു പ്രത്യേകതയുണ്ട്. മലയാളികൾ എന്ന് പറഞ്ഞാൽ തന്നെ വിന്നേഴ്സാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കഥ കേട്ടിട്ടുണ്ട്. നമ്മുടെ ചന്ദ്രനിൽ ആദ്യമായിട്ട് കാലുകുത്തിയത്, അതുപോലെ തന്നെ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത് നീൽ ആംസ്ട്രോങ്, ടെൻസൺ ഹിലാരി, അവർക്ക് അവിടെ ചെല്ലുമ്പോൾ അവിടെ മലയാളികൾ ടീ ഷോപ്പ് നടത്തുന്നുണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ. കാരണം അത്രയും പവർഫുള്ളും അത്രയും ബ്രൈറ്റും ബ്രില്യൻറ്റുമായിട്ടുള്ള ടാലൻ്റ് ആയിട്ടുള്ള ആളുകളാണ് മലയാളികൾ. അത് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല, നമുക്ക് അറിയാവുന്ന കാര്യമാണത്. അത് ഇന്ത്യക്കാർക്ക് അറിയാം, വിദേശ രാജ്യങ്ങൾക്കുള്ളവർക്കും അറിയാം. മലയാളികൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. ഓക്കെ, അപ്പോൾ എന്നാലും ഐ വുഡ് ലൈക്ക് ടു മേക്ക് യു എ ലിറ്റിൽ ബിറ്റ് മോർ. ഇഫ് യു ആർ പവർഫുൾ, ഐ നോ യു ആർ പവർഫുൾ, നമ്മളെല്ലാവരും പവർഫുള്ളാണ്, നമ്മളെല്ലാവരും കോൺഫിഡൻ്റ് ആണ്. ബട്ട് ഐ വുഡ് ലൈക്ക് ടു മേക്ക് യു എ ലിറ്റിൽ ബിറ്റ് മോർ പവർഫുൾ, എ ലിറ്റിൽ ബിറ്റ് മോർ കോൺഫിഡൻറ്റ്. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഞാനിത് പറയാൻ കാരണം നമ്മളെല്ലാവരും എനർജറ്റിക് ആണ്, പവർഫുള്ളാണ്, കോൺഫിഡൻ്റ് ആണ്. പക്ഷേ നമ്മൾ കുറച്ചും കൂടി എ ലിറ്റിൽ ബിറ്റ് മോർ, അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അതിന് നമുക്ക് കുറച്ച് മോട്ടിവേഷൻ ആവശ്യമാണ്, കുറച്ച് ഇൻസ്പിറേഷൻ ആവശ്യമാണ്, കുറച്ച് എക്സ്റ്റേണൽ എനർജി ആവശ്യമാണ്. അപ്പോൾ അത് നമ്മളെന്താ ചെയ്യുക? ഇതുപോലെ യൂട്യൂബിലൊക്കെ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയത് ഞാൻ പറയാം. ശിവഖേര എന്ന് പറഞ്ഞിട്ട് യു ക്യാൻ വിൻ എന്ന് ഒരു പുസ്തകം എഴുതിയ ഒരു ഇൻ്റർനാഷണൽ ട്രെയിനറുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം 3.8 million of copies has been sold so far. You can win in 21 languages. 21 ഭാഷകളിലായിട്ട് ഏകദേശം 3.8 million കോപ്പികൾ വിറ്റഴിഞ്ഞൊരു പുസ്തകമാണ്. അതിൽ നിന്നുള്ള കാര്യങ്ങളും അതുപോലുള്ള പുസ്തകത്തിലെ കാര്യങ്ങളുമാണ് ഞാനിവിടെ പറയുന്നത്. എൻ്റെ സൃഷ്ടിയല്ല. അപ്പം എനിക്കതിൽ നിന്ന് കുറേ ഗുണം കിട്ടി. ഞാനത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. ഒന്നും എൻ്റെ ക്രിയേഷനല്ല. അതുപോലെ ഞാൻ നോർത്ത് പറവൂരിൽ ഇംഗ്ലീഷ് ചേംബേഴ്സിലെ രവി സാറ്, അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനാണ്, എൻ്റെ ഗുരുനാഥനാണ് അദ്ദേഹം. അപ്പോൾ അവരൊക്കെ പകർന്നുന്ന കുറേ കാര്യങ്ങൾ യൂട്യൂബിലൂടെ പങ്കുവെക്കുക എന്നുള്ള ദൗത്യം മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഹൗ കാൻ വി ബിക്കം എ വിന്നർ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ, എങ്ങനെ വിന്നറാകാം, എന്തുകൊണ്ട് നമ്മളൊരു ലൂസറാകുന്നു, എന്തുകൊണ്ട് പരാജിതനാകുന്നു, എന്തുകൊണ്ട് ഒരാൾ ആ സമയത്ത് വിജയശീലാളിതനാകുന്നു, എന്തുകൊണ്ട് ആ സമയത്ത് വേറൊരാൾ ജേതാവാകുന്നു, അതാണ് നമ്മൾ ഇന്നത്തെ ആദ്യത്തെ എപ്പിസോഡിൽ പരാമർശിക്കുന്നത്. നമുക്ക് ഒരു ജേതാവാകണമെന്നുണ്ടെങ്കിൽ ജേതാവാകാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള മനോഗതി നമുക്ക് ആവശ്യമാണ്. മനോഗതി, മനോഭാവം, ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഒരു ജേതാവാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. ഒരു പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും, എല്ലാ വസ്തുക്കളെയും, എല്ലാ ആളുകളെയും, എല്ലാ സാഹചര്യങ്ങളെയും, എല്ലാ അവസ്ഥയെയും പോസിറ്റീവായിട്ട് സമീപിക്കുക. അതിലെ നെഗറ്റിവിറ്റി പിന്നീട് കാണാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരു മനോഭാവത്തെയാണ്, അത് നമ്മൾ തന്നെ ഇവിടെ മാറ്റേണ്ടതാണ്. ഇപ്പം ഞാനൊരു ചെറിയ ഉദാഹരണം കൂടി പറയാം. ഇപ്പം നമ്മൾ
ഒരു ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ അതിലൂടെ ലൈൻ വലിച്ചിടാം വീടുകളിലേക്ക് അല്ലേ. നമ്മൾ എല്ലാ മാസവും അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴൊക്കെ തൂപ്പ് വെട്ടാനായിട്ട് ആളുകൾ വരുന്നുണ്ട്. ശ്രദ്ധിച്ചില്ല, KSEB കരാറടിസ്ഥാനത്തിൽ 11 kV പടർന്ന് കയറിയിരിക്കുന്ന തൂപ്പുകൾ എന്ന് പറയും മലയാളത്തിൽ. അത് എല്ലായിടത്തും ഈ തൂപ്പ് എന്നാണെന്ന് പറയണമെന്ന് അറിയില്ല. കൊമ്പും ചില്ലയൊക്കെ മുട്ടിക്കിടപ്പുണ്ടാവും. മഹാഗണിയുടെയും ആഞ്ഞിലിയുടെയും കവുങ്ങിൻ്റെയൊക്കെ കൊമ്പുകളൊക്കെ അല്ലെങ്കിൽ കവുങ്ങിൻ്റെയൊക്കെ മടലുകളൊക്കെ അത് മുട്ടിക്കിടപ്പുണ്ടത് വെട്ടിക്കളയുമല്ലേ. അത് വെട്ടി മാറ്റുമ്പോൾ ആ ഇലക്ട്രിക് ലൈൻ എന്ത് കിട്ടി? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കിട്ടി. നേരത്തെ നെഗറ്റീവായിരുന്നു. അതിലൂടെ ഒരുപാട് എനർജി ഭൂമിയിലേക്ക് എർത്ത് ചെയ്തു പോകുമായിരുന്നു. നമ്മുടെ വീട്ടിലെ ബൾബുകളൊന്നും പ്രകാശിക്കില്ല, വോൾട്ടേജ് കുറവായിരിക്കും, കറണ്ട് വേസ്റ്റായി പോയി. ഇതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിലും സംഭവിക്കുന്നുണ്ട്. നമ്മൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇതിനകത്ത് നിറച്ച് വെച്ചാൽ നമുക്ക് ബൾബ് ശരിക്കും തെളിയില്ല, നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. ഞാൻ കൂടുതൽ പറയുന്നില്ല, ഏകദേശം മനസ്സിലായല്ലോ. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് തമ്മിലുള്ളത്. ഇപ്പോൾ തൂപ്പ് വെട്ടാനായിട്ട് കരാറ് പണിക്കാരെ KSEB നിയമിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ പുറത്തുനിന്നൊരാളെ കരാറിലൊന്നും നിയമിക്കാൻ പറ്റില്ല. നമുക്ക് അടക്കാം അതിനകത്തേക്ക്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, നമുക്ക് നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും. അഭിരുചി, മനോഗതി അല്ലെങ്കിൽ മനോഭാവം. അഭിരുചി, നമുക്ക് അഭിരുചി നമുക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അഭിരുചി എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? അറിയാം, എല്ലാവർക്കും അറിയാം. നമുക്ക് എന്താണോ നമ്മുടെ ഉള്ളിലുള്ള കഴിവ് അത് നമ്മൾ കണ്ടെത്തിയിട്ട് അതിനെയാണ് അഭിരുചി എന്ന് പറയുക. ഇപ്പം എനിക്ക് എന്നോടൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ എനിക്ക് പാടാൻ അറിയില്ല, എനിക്ക് ആ കഴിവില്ല. അപ്പം ഞാൻ അത് കണ്ടെത്താൻ പോകേണ്ട കാര്യമില്ല. എനിക്ക് എന്താണോ കഴിവ് അത് കണ്ടെത്തുക. എൻ്റെ താല്പര്യം, എൻ്റെ ഇഷ്ടം, എൻ്റെ കഴിവ്, എൻ്റെ ടാലൻ്റ് എന്താണെന്ന് ഞാൻ കണ്ടെത്തിയിട്ട് അതിനെയാണ് അഭിരുചി എന്ന് പറയുക. അതിനകത്തല്ല അഭിരുചി കേട്ടോ. ഡ്രോയിങ് ആയിരിക്കാം, ഒരുപാട് കഴിവുകൾ നമ്മളുണ്ടാവും. ആറ്റിറ്റ്യൂഡിലേക്ക് വരുമ്പോൾ എന്ത് പറ്റും? നമുക്ക് എന്ത് കിട്ടും? അംബീഷൻ ഉണ്ടാവില്ല നമുക്ക് അല്ലേ. അഭിലാഷം. നമുക്ക് നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാവും. അപ്പോൾ നമുക്ക് അഭിലാഷം കിട്ടും, അംബീഷൻ കിട്ടും. എന്നുവെച്ചാൽ ഡ്രീം, നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ അംബീഷൻ, അഭിലാഷം, ഡ്രീമാണ്. ഡ്രീം, അബ്ദുൽ കലാം പറഞ്ഞത്, എ ഡ്രീം ഈസ് നോട്ട് വാട്ട് യു സീ വൈൽ യു സ്ലീപ്പ്, ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഡസന്റ് ലെറ്റ് യു സ്ലീപ്പ് എന്നാണ് അബ്ദുൽ കലാം പറഞ്ഞത്. നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നത്, നിങ്ങളെ ഉറക്കാൻ അനുവദിക്കാത്തതായിരിക്കണം നിങ്ങളുടെ സ്വപ്നം. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, സ്വപ്നം സാക്ഷാത്കരിക്കും വരെ ഉറങ്ങാതിരിക്കുവിൻ എന്നാണ്. ഗോട്ട് ഇറ്റ്? അതാണ് അംബിഷൻ, അഭിനിവേശമാണ്. വെറുതെ ഐ വിഷ് ടു ബിക്കം എ ഡോക്ടർ, ഐ ലൈക്ക് ടു ബിക്കം എ ഡോക്ടർ, വാട്ട് വുഡ് യു ലൈക്ക് ടു ബിക്കം ഇൻ യുവർ ലൈഫ് എന്നൊക്കെ അധ്യാപകർ ചോദിക്കുമ്പോൾ നമ്മൾ കുട്ടികൾ എന്ത് പറയും? ഐ വുഡ് ലൈക്ക് ടു ബിക്കം എ ഡോക്ടർ, ഐ വുഡ് ലൈക്ക് ടു ബിക്കം എ പൈലറ്റ്, ഐ വിഷ് ടു ബിക്കം ആൻ എഞ്ചിനീയർ. ഈ വിഷും ലൈക്കും വെച്ചിട്ടൊന്നും നമുക്കൊന്നും ആകാൻ പറ്റില്ല. നമ്മളെങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? I have a burning desire to become a doctor. I determined to become a doctor. കാരണം ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചവരാരും ഈ ലോകത്ത് ഡോക്ടർ ആയിട്ടില്ല. ഡോക്ടർ ആവാൻ ഇഷ്ടപ്പെട്ടവരാരും ഈ ലോകത്ത് ഡോക്ടർ ആയിട്ടില്ല. അവരുടെ ആഗ്രഹം, they turned their wish, they turned their like, they turned their need into burning desire, ഡിറ്റർമിനേഷൻ. പൊള്ളുന്ന കനൽക്കട്ട പോലെയായിരിക്കണം നമ്മുടെ ഇച്ഛാശക്തി, പൊള്ളുന്ന കനൽക്കട്ട പോലെയായിരിക്കണം നമ്മുടെ അഭിലാഷം, ഇച്ഛ, അംബീഷൻ. ആക്ച്വലൈസേഷൻ എപ്പോഴാണ് സംഭവിക്കുക? ഉറക്കം കെടുന്ന സ്വപ്നങ്ങളുള്ള, ബേണിംഗ് ഡിസൈറുള്ള, ഡിറ്റർമിനേഷന്, ആക്ച്വലൈസേഷന് പോകുമ്പോൾ അതിനുശേഷം ആണ് നമുക്ക് കിട്ടുക
അച്ചീവ്മെന്റ്, അക്കംപ്ലിഷ്മെന്റ്, നേട്ടം. അച്ചീവ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. സിദ്ധിമാനം എന്ന് പറയും, നമുക്ക് പിന്നീട് എടുക്കാം. പക്ഷേ നമ്മൾക്ക് വേണ്ടത് അച്ചീവ്മെന്റ് ആണ്. സാമ്പത്തികമായിട്ടുള്ള നേട്ടമാണോ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഭയങ്കര ഉയർന്ന സ്ഥാനമാണോ, ബിസിനസ്സിൽ കുറേ കാശ് ഉണ്ടാക്കലാണോ? നെവർ എവർ. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുക, മെൻ്റലി, ഫിസിക്കലി, ഫിനാൻഷ്യലി, സോഷ്യലി വെൽബീയിങ്. WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ നിർവചനമാണ്. ഹൗ ക്യാൻ എ മാൻ കോൾഡ് ഹെൽത്തി? മെൻ്റലി, ഫിസിക്കലി, ഫിനാൻഷ്യലി. നമ്മൾ അങ്ങനെയല്ലേ വിചാരിച്ചിട്ടുള്ളൂ. സോഷ്യലി വെൽബീയിങ്, then he can be called healthy. ഓക്കെ, ഇപ്പൊ നമ്മൾ 5 A's, 5 Aകൾ നമ്മൾ ഓർത്തിരിക്കണം അല്ലേ. നമുക്ക് വേണ്ടത് അച്ചീവ്മെന്റ് ആണ്, അക്കംപ്ലിഷ്മെന്റ് ആണ് വേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് ഡയറക്റ്റ് എത്താൻ പറ്റില്ല. അംബീഷനിൽ തുടങ്ങിയാലും എത്താൻ പറ്റില്ല. ആപ്റ്റിറ്റ്യൂഡ് നമുക്കുണ്ട്, എത്താൻ പറ്റില്ല. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ കൺവേർട്ട് ചെയ്യുക. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലാണ് നമ്മുടെ മൈൻഡെങ്കിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലാവും. നമുക്ക് അംബീഷ്യസ് ആകാൻ പറ്റും, നമുക്ക് ആക്ച്വലേഷനിലേക്ക് പോകാൻ പറ്റും, അച്ചീവ്മെൻറ്റ് കിട്ടും. 5 A's ഓർത്തിരിക്കുക. വേണ്ട മാറ്റങ്ങൾ വരുത്തുക. നിങ്ങൾക്ക് അച്ചീവ്മെൻറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് വരിക. നിങ്ങൾക്ക് PSC ജോലി കിട്ടും, പ്രമോഷൻ കിട്ടും, നല്ല റിലേഷൻഷിപ്സ് ഉണ്ടാകും, നല്ല ഫ്രണ്ട്സ് ഉണ്ടാകും. അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഹൗ കാൻ വി ബിക്കം എ വിന്നർ അല്ലേ. അതിനകത്ത് അബ്ദുൽ കലാം പറഞ്ഞൊരു കാര്യമുണ്ട്, ടേൺ യുവർ വിഷൻ ഇൻ ടു ആക്ഷൻ. വിഷൻ എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാടാണ്. ഞാൻ അപ്പോഴും പറയും ടേൺ യുവർ വിഷൻ ഇൻ ടു മിഷൻ ആൻഡ് then turn it into action. നമ്മുടെ വിഷൻ മിഷനിലേക്ക് മാറ്റുക, ദൗത്യത്തിലേക്ക് മാറ്റുക. നമ്മൾ പലതും സംരംഭങ്ങളൊക്കെ തുടങ്ങൂലേ. സംരംഭം തുടങ്ങി, ഒരു ഉദ്യമത്തിലേക്ക് ഞാൻ കടന്നു. മിഷനാക്കിയുള്ള ഗുണം എന്താണെന്ന് അറിയാമോ? മിഷനാക്കിയുള്ള ഗുണം, എ മിഷൻ വിൽ ബി കണ്ടിന്യൂഡ് അൺടിൽ ഇറ്റ് ഈസ് സക്സീഡഡ്. ഹിന്ദിയിൽ പറയുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. ഹിന്ദി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ കാരണം നോർത്ത് ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതൽ മിലിറ്ററിയിലുള്ള ആളുകൾ. അവരെല്ലാം മിഷനായിട്ടേ ചെയ്യുള്ളൂ അല്ലേ. എന്തോരം മിഷനുണ്ട്. ബ്ലൂ സ്റ്റാർ ഒരുപാട് മിഷൻ ഏറ്റെടുത്തിട്ടുള്ള ഒരു സേനയാണ് മിലിറ്ററി സേന. അവർ പറയും മിഷൻ തബ് തക് ജാരി രഹേഗ ജബ് തക് ജീത്തെ നഹി. മിഷൻ വിൽ ബി കണ്ടിന്യൂഡ് അൺടിൽ ഇറ്റ് ഈസ് സക്സീഡഡ്. അതാണ് മിഷന്റെ പ്രത്യേകത. നമ്മൾ മിഷനിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ചെയ്തു തീർക്കേണ്ട ജോലി മിഷനിൽ നിന്നാൽ അതെപ്പോൾ വേണമെങ്കിലും ചെയ്തു തീർത്താൽ മതി. മിഷനിലേക്ക് മാറ്റുമ്പോൾ, ദൗത്യത്തിലേക്ക് മാറ്റുമ്പോൾ അത് ചെയ്ത് തീർക്കുന്നത് വരെയാണ് അത് തുടർന്നുകൊണ്ടിരിക്കുക, അല്ലാതെ അവസാനിക്കുന്നില്ല. അപ്പോഴാണ് ആക്ഷൻ വരുന്നത്. വെൻ. അടുത്ത ചോദ്യം, എപ്പോഴാണ് ആക്ഷൻ തുടങ്ങേണ്ടത്? വെൻ. ഹിന്ദിയിൽ എപ്പോഴും പറയും ആജ് നഹി തോ കൽ നഹി, അഭി നഹി തോ കഭി നഹി. മിലിറ്ററിക്കാർ പറയുന്ന ഇന്നില്ലെങ്കിൽ നാളെ ഇല്ല. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ടുഡേ ഇറ്റ് വോണ്ട് ബി ടുമോറോ. നെവർ. സംശയമില്ല, ഇപ്പോൾ ഇല്ലെങ്കിൽ ഒരിക്കലും ഇല്ല. വെൻ ദ ആക്ഷൻ ഷുഡ് ബി സ്റ്റാർട്ടഡ് നൗ ഇറ്റ്സെൽഫ്. അഭി നഹി തോ കഭി നഹി. ഇപ്പോൾ ഇല്ലെങ്കിൽ ഒരിക്കലും ഇല്ല. നൗ ഓർ നെവർ. ഓക്കെ, നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അല്ല, ഒരു കാര്യം കൂടി നമുക്ക് വിജയവും അല്ലെങ്കിൽ വിന്നർ, ഒരു കാര്യം കൂടി വിജയവുമായി ബന്ധപ്പെട്ട് ഹൗ കാൻ വി ബിക്കം എ വിന്നർ മുകളിൽ എഴുതിയിട്ടുണ്ടല്ലോ. ഒരു കാര്യം കൂടി പറയാതെ ഇത് തീർക്കുന്നത് ഇൻകംപ്ലീറ്റഡ് ആയിരിക്കും എന്ന് തോന്നിയതുകൊണ്ട്. ഓക്കെ, the most difficult part of succeeding is creating belief that you can succeed. നമ്മുടെ ജീവിതത്തിൽ നമുക്ക്
ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമുണ്ട് വിജയിക്കാനായിട്ട്. നമുക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള പാർട്ടാണ്. നമുക്ക് 50 ലക്ഷം രൂപ ബിസിനസ് ചെയ്യാൻ വേണം, വേണമെങ്കിൽ 60 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 കോടി രൂപ നമുക്ക് ലോണോ അല്ലെങ്കിൽ നമുക്ക് സമ്പാദിക്കാം. പക്ഷേ നമ്മൾക്ക് വിജയിക്കാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം നമ്മൾ ആർജിച്ചെടുക്കാനുണ്ടല്ലോ, ഉണ്ടാക്കിയെടുക്കാൻ ഈ 1 കോടി രൂപ ഉണ്ടാക്കിയാലും വലിയ ബുദ്ധിമുട്ടാണ്. ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് പാർട്ട് ഓഫ് സക്സീഡിങ് ഈസ് ക്രിയേറ്റിംഗ് ബിലീഫ് വിത്തിൻ യു ദാറ്റ് യു ക്യാൻ സക്സീഡ്. നമുക്ക് വിശ്വാസമാണ്, നമുക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഘടകം വിജയിക്കാനായിട്ട് എന്നുള്ളതിനൊരു ഉദാഹരണമായിട്ട് ഒരു കഥ ഞാൻ പറയാം. ഒരു കോളേജിൽ ഒരു ഫുട്ബോൾ ടീമിനെ പുതിയതായിട്ട് വാർത്തെടുക്കാനായിട്ട്, അപ്പോൾ അതിനൊരു കോച്ചിനെ നിയമിച്ചു. പെട്ടെന്ന് കോച്ച് നല്ല പ്രാക്ടീസ് കൊടുത്തു. ഏതാനും മാസങ്ങൾ കൊണ്ട് എല്ലാ കുട്ടികളും ആ ടീമിലുള്ള എല്ലാവരും തന്നെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് നല്ലൊരു ഫുട്ബോൾ ടീമിനെ വാർത്തെടുക്കുകയാണ്. മാച്ച് വരുന്നു, ആ മാച്ചിൽ പങ്കെടുക്കുന്നു. ആ മാച്ചിൽ ആദ്യത്തെ കളിയിൽ ജയിക്കുന്നു, രണ്ടാമത്തെയും ജയിക്കുന്നു, ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഫൈനലിലെത്തുന്നു. ഓക്കെ, അപ്പോൾ ഫൈനലിന് ഒരാഴ്ച ബാക്കിയുണ്ട്, സമയമുണ്ട്. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഫൈനൽ. ഫൈനൽ ദിവസം ഒരു കുട്ടി വന്നിട്ട് പറയുകയാണ്, സാർ ഇന്ന് എനിക്ക് കളിക്കണം. അപ്പോൾ ഈ കുട്ടി മാച്ചിൽ കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടില്ല ഇതുവരെ. കാരണം നമുക്കറിയാലോ, ടീമിൽ കുറച്ച് കൂടുതൽ മെമ്പേഴ്സ് റിസർവ്ഡ് ആയിട്ട് ഉണ്ടാകും. ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കുട്ടികളായിരിക്കും മാച്ചിൽ കളിക്കുക, അറിയാലോ. അപ്പോൾ കോച്ച് പറഞ്ഞു, നീ എന്ത് വിഡിത്താണ് ഈ പറയുന്നത്? നമ്മൾ ഒറ്റ കളി പോലും തോക്കാണ്ട് നമ്മൾ ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. നിന്നെ എങ്ങനെയാ ടീമിൽ ഉൾപ്പെടുത്താൻ പറ്റുക? ടീമിൽ നീ ഉണ്ട് മീൻസ് മാച്ചിൽ എങ്ങനെയാണ് നിന്നെ ഉൾപ്പെടുത്താൻ പറ്റുക? അത് ഭയങ്കര റിസ്ക് അല്ലേ? അപ്പോൾ പറഞ്ഞു, ഇല്ല സാർ, ഇന്ന് എനിക്ക് കളിക്കണം, ഇന്നെന്നെ കളിപ്പിക്കണം, അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ്. സാർ ജസ്റ്റ് ഒന്ന് എന്നെ കോട്ടിലിറക്കൂ. അപ്പോൾ അവൻ്റെ അത്ര ആത്മവിശ്വാസം കണ്ടപ്പോൾ കോച്ച് പറഞ്ഞു, ഓക്കെ നീ കളിക്കൂ. കാരണം അത്രയും അവന് ഒരു പ്രാക്ടീസിന് വേണ്ടി ആ ഒരു ട്രെയിനിങ് പീരീഡിൽ പോലും അവൻ അത്രയും നിർബന്ധം പിടിച്ചിട്ടില്ല. അവന് പെർഫോമൻസും വളരെ കുറവാണ്, പക്ഷെ ടീമിലുണ്ട് അവൻ. ഏതായാലും അവൻ കളിക്കിറങ്ങി, അവൻ്റെ കാലിൽ വന്ന ഓരോ പന്തുകളും ഗോളായി മാറുകയായിരുന്നു. ഒരു കരിസ്മാറ്റിക്, മാസ്മരികമായ, ഒരു അത്ഭുതവഹമായ ഒരു പ്രദർശനം അല്ലെങ്കിൽ ഒരു പെർഫോമൻസാണ് അവൻ കാഴ്ചവെച്ചത്. അവസാനം കളി കഴിഞ്ഞു. എതിരില്ലാത്ത ഗോളുകൾക്കാണ് ഫൈനലിൽ ഇവരെ കോളേജ് ജയിച്ചത്. ഫൈനലിന് കോച്ച് അവനെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു, കുട്ടി എങ്ങനെയാണ് നിനക്ക് ഇത്രയും പെർഫോമൻസ് ചെയ്യാൻ സാധിച്ചത്? അവൻ പറഞ്ഞു, സാർ ഇന്ന് എൻ്റെ അച്ഛൻ ഞാൻ കളിക്കുന്ന കളി കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ കോച്ച് നോക്കി അവൻ്റെ അച്ഛനിരിക്കുന്ന സ്ഥലത്തേക്ക്, അച്ഛനെ കാണുന്നില്ലല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, സാർ എൻ്റെ അച്ഛൻ അന്ധനായിരുന്നു, ജന്മന അന്ധനായിരുന്നു. അപ്പോൾ കോച്ച് ചോദിച്ചു, നിന്റെ അച്ഛന് കാഴ്ച തിരിച്ചു കിട്ടിയല്ലേ? അല്ല സാർ, കളി തടസ്സപ്പെടണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പറയാതിരുന്നതാണ്. എൻ്റെ അച്ഛൻ ഇന്നലെ മരിച്ചുപോയി. അങ്ങകലെ ആകാശത്തിലിരുന്നു കൊണ്ട് നക്ഷത്രങ്ങൾക്കിടയിലൂടെ ഞാൻ കളിക്കുന്ന കളി അച്ഛൻ കാണുന്നുണ്ടാകുമെന്ന വിശ്വാസമാണ് സാറേ ഓരോ കാലിൽ വരുന്ന പന്തുകളും ഗോളാക്കി മാറ്റുവാൻ എനിക്ക് സാധിച്ചത്. യെസ്, the most important part of succeeding, the most difficult part of succeeding is creating belief, is building belief within you that you can succeed. Create this much belief, you can succeed. Go ahead, break all the barricades. You break all the barricades. You go beyond the limits. Good luck. Thank you.